റൊണാൾഡോയുടെ കാലഘട്ടത്തിൽ അൽ നസർ FC തങ്ങളുടെ കന്നി കിരീടത്തിനായുള്ള കാത്തിരിപ്പ് 2024-25 സീസണിൽ അവസാനിപ്പിക്കുമോ എന്നാണ് ആരാധകരിൽ നിന്നും ഉയരുന്ന ചോദ്യം. 2023 ജനുവരിയിൽ അൽ നസർ FCയിലേക്ക് കോടികളുടെ പ്രതിഫലവുമായി എത്തിയ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു സുപ്രധാന ട്രോഫിയിൽ ടീമിനെ എത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. 2020 സൗദി സൂപ്പർ കപ്പ് നേടിയതാണ് അൽ അലാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അൽ നസർ FCയുടെ ഏറ്റവും അവസാനത്തെ സുപ്രധാന നേട്ടം. 2023-24 സീസണിൽ സൗദി പ്രോ ലീഗിൽ അടക്കം അൽ ഹിലാൽ FCക്ക് പിന്നിൽ ടീം 2ാം സ്ഥാനത്തായി. 2024-25 സീസണിന്റെ കിക്ക് ഓഫിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അൽ നസർ FCയും ക്രിസ്ത്യാനോ റൊണാൾഡോയും. 2024 യുവേഫ യൂറോ കപ്പ് പോരാട്ടത്തിൽ പോർച്ചുഗലിനൊപ്പം ഇറങ്ങിയ ശേഷം അവധി ആഘോഷിക്കാൻ പുറപ്പെട്ട CR7 കുടുംബത്തിനൊപ്പമുള്ള സമയത്തിന് ശേഷം അൽ അലാമിയിൽ തിരിച്ചെത്തി. സൗദി സൂപ്പർ കപ്പ് സെമി ഫൈനലിന് മുന്നോടിയായുള്ള പരിശീലനത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ ഉള്ളത്. ടീം ട്രെയിനിങ് ക്യാമ്പിൽ CR7 നടത്തിയ ബാക്ക് ഹീൽ പാസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത്. കുടുംബത്തോടൊപ്പം അവധി ആഘോഷിച്ച് ശേഷം തിരിച്ചെത്തിയ റൊണാൾഡോ ട്രെയിനിങ് ക്യാമ്പിനിടെ നടത്തിയ ബാക്ക് ഹീൽ പാസ് ആരാധകരെയും ആവേശത്തിലാക്കി. ഓഗസ്റ്റ് 14 ഇന്ത്യൻ സമയം രാത്രി 9:45 അൽ നസർ FC വേഴ്സസ് അൽ താവൂൺ FC സെമി ഫൈനൽ പോരാട്ടം. 2023-2024 സൗദി പ്രോ ലീഗിൽ 4ാം സ്ഥാനത്തായിരുന്നു അൽ താവൂൺ FC. അൽ ഹിലാൽ FCക്ക് പിന്നിൽ അൽ നസർ FC 2ാം സ്ഥാനത്തുമുണ്ട്. അതേസമയം 2024-2025 പ്രീ സീസണിൽ കളിച്ച ഒരു മത്സരത്തിൽ പോലും ജയിക്കാൻ അൽ നസർ FCക്ക് സാധിച്ചില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. FC പോർട്ടോ, പോർട്ടിമണസ്, ഗ്രനാഡ ടീമുകളോട് പരാജയപ്പെട്ട അൽ അലാമി ലോവ് ലാൻഡനോയുമായി സമനിലയിൽ പിരിഞ്ഞു. ഇതോടെ 2024-25 സീസണിലും പോർച്ചുഗൽ ഇതിഹാസമായ CR7 ട്രോഫി ഇല്ലാതെ കളം വിടേണ്ടി വരുമോ എന്ന ആശങ്ക ആരാധകർ പ്രകടിപ്പിച്ചിരുന്നു. 39-കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിലെ കരാർ അനുസരിച്ച് ഈ ഒരു സീസൺ കൂടി മാത്രമേ മുഴുവനായി ഉണ്ടാകൂ. 175 മില്യൺ പൗണ്ട് വാർഷിക വരുമാനം നൽകിയാണ് അൽ നസർ FC ലോക ഫുട്ബോളിനുള്ള ബാലൻഡിയോർ 5 തവണ സ്വന്തമാക്കിയ CR7 ക്ലബിൽ നിലനിർത്തിയിരിക്കുന്നത്. 2023-2024 സീസണിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസറിന് വേണ്ടി മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. 45 മത്സരങ്ങളിൽ നിന്ന് 44 ഗോളും 13 അസിസ്റ്റും റൊണാൾഡോ നടത്തിയിട്ടുണ്ട്.